ഹായ്, ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ക്ഷമിക്കണം. ഈ അടുത്തായി ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളാണ് നമ്മളിൽ നിന്ന് ഹാർട്ട് അറ്റാക്ക് കാരണം മറ്റൊക്കെ മരണപ്പെട്ടു പോയത്. ഇത്തരം മരണങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നത് ഏർലി മോർണിംഗിലാണ്. രാവിലെ ഒരു 3 മണി 4 മണിക്ക് ശേഷമുള്ള സമയത്താണ് ഇത്തരം മരണങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ശരീരത്തിൽ നടക്കുന്ന ചില ചേഞ്ചസ് ആണ്. ഒന്നാമത്തെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങി കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ബാക്കി കാര്യങ്ങളൊക്കെ നോർമലായിട്ട് വരും. അതേപോലെ തന്നെ നമ്മൾ രാവിലേക്ക് അടുക്കും തോറും നമ്മുടെ ശരീരത്തിലെ ജലാംശം വറ്റി ഡീഹൈഡ്രേഷൻ വരുന്നു. അതിൻ്റെ കാരണമായിട്ട് രക്തത്തിൻ്റെ തിക്നെസ് കൂടാനുള്ള സാധ്യത. രാവിലെ നമുക്ക് കൂടുതൽ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ അഡ്രിനാലിൻ പോലുള്ള ഹോർമോണുകളുടെ അളവ് കൂടും. ഇതിൻ്റെ കാരണമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതേപോലെ തന്നെ ഹാർട്ട് കുറച്ചും കൂടെ എഫേർട്ട് എടുത്തിട്ട് ബ്ലഡ് പമ്പ് ചെയ്യേണ്ടി വരുന്നു. ഈ ഒരു അവസ്ഥയിലാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക്, ഹാർട്ട് അറ്റാക്ക് ആണെങ്കിലും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കുന്നത്. ചില ആളുകളിൽ സ്ലീപ്പ് അപ്നിയ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാകും. അതായത് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രീത്തിങ്ങിൽ വരുന്ന ഇഷ്യൂ കൊണ്ട് ബ്ലഡിനകത്തുള്ള ഓക്സിജൻ്റെ അളവ് കുറയുകയും ആവശ്യത്തിനുള്ള ബ്ലഡ് നമ്മുടെ തലച്ചോറിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാകും. ഓക്കെ, അപ്പം ഹാർട്ടിനും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയൂല. ഇത്തരം മരണങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആൽക്കഹോള്, സ്മോക്കിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അതേപോലെ തന്നെ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ കൂടുതൽ ജങ്ക് ഫുഡ്സ്, അതുപോലെ തന്നെ പെപ്സി, സ്പ്രൈറ്റ്, കൊക്കക്കോള പോലെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്കുകൾ കഴിക്കുന്ന ആളുകൾ. കാരണം ഇവരിലേക്ക് എന്താ ഉണ്ടാവുക, ഉറങ്ങുന്ന സമയത്ത് തന്നെ ഇവരിൽ ഇത്തരം ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് കോർട്ടിസോളും അഡ്രിനാലിനും ഒക്കെ ഭയങ്കര ഹൈയിലായിരിക്കും. അപ്പോൾ ഓൾറെഡി ഇവരുടെ ബ്ലഡിൻ്റെ തിക്നെസ്സും കാര്യങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ മോർണിംഗിൽ ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പിന്നെയും കൂടുമ്പോൾ ഇവർക്കിത് റിസ്ക് ഫാക്ടർ കൂടുതലാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരാനുള്ള. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മളിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നവാസ് ഖാൻ്റെ പോലും അവസ്ഥ ഇതായിരുന്നു. കുട്ടിയുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു. അപ്പോൾ ഇതിൻ്റെ പിറകിൽ ആൽക്കഹോളും സ്മോക്കിങ്ങും എന്നുള്ളതിലപ്പുറം തന്നെ നമ്മുടെ സ്ലീപ്പിംഗ് ഡിസോർഡർ, അനാവശ്യമായിട്ടുള്ള മാനസിക സമ്മർദ്ദം ഇതിൻ്റെ വലിയൊരു റീസണാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഒരു കൺട്രോൾ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ മെൻ്റൽ പ്രഷർ ഇല്ലാണ്ടൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. പല രീതിയിലുള്ള പ്രഷറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും. അപ്പോൾ അതിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പരമാവധി എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രാവിലെ എണീക്കുന്ന സമയത്ത് പെട്ടെന്ന് ബെഡിൽ നിന്ന് ചാടി എണീറ്റ് ബാത്റൂമിലൊന്നും പോകാതെ പതുക്കെ ഒരു ടൈം കൊടുക്കുക. കാരണം മോർണിംഗ് സമയത്ത് നമ്മുടെ ശരീരം കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ബോഡി കുറച്ചും കൂടെ അധികം എഫേർട്ട് എടുക്കുന്ന ഒരു സമയമാണത്. ആ ഒരു സമയത്ത് നമ്മൾ ബോഡിക്ക് കൂടുതലായിട്ടുള്ള ലോഡ് കൊടുക്കാൻ പാടില്ല. പെട്ടെന്ന് എണീക്കുക ഉടനെ തന്നെ ഹെവി ആയിട്ടുള്ള എക്സസൈസുകളും കാര്യങ്ങളും ചെയ്യുക, അങ്ങനെ ചെയ്യരുത്. എണീക്കുക, പതുക്കെ എണീച്ച് ബെഡിൽ കുറച്ച് സമയം ഇരിക്കുക, അതിൻ്റെ ശേഷം കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിൻ്റെ ശേഷം സാവധാനം നടന്നിട്ട് വാഷ്റൂമിലേക്കൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കുക. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് മരണം സംഭവിക്കുന്നത് എണീച്ച ഉടനെ തന്നെ ബാത്റൂമിൽ പോയിട്ട് തലയടിച്ച് വീണിട്ടൊക്കെയാണ് പല ആളുകൾ മരണപ്പെടാറുള്ളത്. അത് ഈ ഒരു കാരണം കൊണ്ടാണ്. അപ്പോൾ മരണം എന്നുള്ളത് നമുക്കങ്ങനെ തടഞ്ഞു നിൽക്കാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. നമുക്കൊരു വരദാനമായിട്ട് കിട്ടിയ നമ്മുടെ ഹെൽത്തിനെ നമ്മുടെ കഴിവുകേട് കൊണ്ട് നശിപ്പിക്കാതിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട.